വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ആകെയുള്ള ഉപജീവന മാർഗമായ ജീപ്പ് നഷ്ടപ്പെട്ട നിയാസിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി വാങ്ങി നൽകുന്ന ജീപ്പ് അല്പസമയത്തിനകം കൈമാറുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ വാക്ക് കൊടുത്തിരുന്നതാണ്. ആ ജീപ്പ് കൈമാറ്റം ചടങ്ങ് നടക്കാൻ പോവുകയാണ്. നമ്മൾ തത്സമയം അവിടെ നിന്ന് PL കിരണാണ് ഇരുന്നത്. കിരൺ, ഉപജീവന മാർഗം ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് ഉറപ്പ് കൊടുത്തിരുന്നു. ആ ചടങ്ങ് നടക്കുകയാണല്ലേ? PJ, തീർച്ചയായിട്ടും അതിനുള്ള ഒരുക്കങ്ങൾ ആയി കഴിഞ്ഞിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നേരത്തെ പറഞ്ഞതാണ്. ആ വാക്ക് അവർ ഇപ്പോൾ പാലിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ ജീപ്പ് കണ്ടെത്താൻ കുറച്ച് പ്രയാസപ്പെടുക ചെയ്യുന്നു. ഇപ്പോൾ നിയാസും ഉണ്ട് നമുക്കിപ്പം. രാഹുൽ, ഒളിവിൽ നിങ്ങൾ വാക്ക് പാലിക്കുകയാണ്. നിയാസിന് ഈ ഒരു രാവിലെ തന്നെ നിങ്ങൾ കൊടുക്കാൻ പോവുകയാണ് വാഹനം. വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. നിയാസ് പറഞ്ഞ സെഗ്മെന്റിലുള്ളൊരു വാഹനത്തിന്റെ പ്രത്യേകത, അത് പുതുതായിട്ട് അതിന്റെ പ്രൊഡക്ഷൻ ഇല്ല. അപ്പം സെക്കൻഡ് വണ്ടി വേണം കണ്ടെത്താൻ, അത് നല്ല വണ്ടി കണ്ടെത്തണം. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് വണ്ടി നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇങ്ങനെ വണ്ടിയുടെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉദ്യമത്തിൽ ഒരുപാട് ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പം വളരെ തുടക്കത്തിൽ തന്നെ ഫണ്ണീസ് വാട്സപ്പ് കൂട്ടായ്മ 3 ലക്ഷം രൂപ വണ്ടിക്ക് വകയിരുത്താമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം വണ്ടിക്ക് വലിയ വിലയായി മാറി. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്തായ ഷംസു മേലേപ്പാട്ട്. അപ്പം ഷംസുവിനോട് സംസാരിച്ചു. ഷംസു പറഞ്ഞു എത്ര പണമായാലും അതിൻ്റെ നേർപകുതി ഞാൻ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി. അപ്പം നമുക്കൊന്ന് ഈ ഈ സെക്കൻഡ് ഹാൻഡ് താറുകൾക്കൊക്കെ നമുക്കറിയുന്ന പോലെ ഈ ബുള്ളറ്റിൻ്റെ കാര്യം പറയുന്നതിൻ്റെ ഇതിനൊക്കെ ഒരു മോഹവലയാണ് ആളുകൾ ഇടാറുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോഴും നല്ല വണ്ടി കണ്ടെത്തുക എന്ന് പറയുന്നൊരു വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇടുക്കിയിൽ നിന്ന് നമ്മുടെ തന്നെ ഒരു സംവിധാനത്തിലൂടെ വാഹനം കണ്ടെത്തി. അതിനുശേഷം നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സുകാർ പോയി വണ്ടി എടുത്തു, അതവർ മെയിൻറ്റെയിൻ ചെയ്ത് പുതിയ വണ്ടിയുടെ രൂപത്തിലേക്ക് അത് മാറ്റി ഇന്ന് നമ്മൾ നിയാസിനത് കൈമാറുകയാണ്. വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം വയനാട്ടിൽ നമ്മൾ പോകുമ്പം നമ്മൾ ഇവിടുത്തെ ആളുകൾക്ക് കൊടുത്ത വാക്കുകളൊന്നും അവരുടെ നഷ്ടമായ ജീവിതത്തിന് പരിഹാരമാകും എന്ന് വിചാരിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മൾ ഏറ്റെടുത്ത ചില കാര്യങ്ങളുടെ കമ്മിറ്റ്മെന്റുകൾ ഇങ്ങനെ ഫുൾഫില്ല് ചെയ്യാൻ പറ്റുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് രാവിലെ നിയാസിന്റെ ചിരി കണ്ടപ്പോഴാണ്. കാരണം നിയാസിന്റെ വീട് പൂർണ്ണമായിട്ട് നഷ്ടമായി. നിയാസിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചപ്പം നിയാസിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു വീടും ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ നഷ്ടമായ ജീപ്പ് ഒന്ന് തിരിച്ചു കിട്ടിയ വലിയ സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാനും നിയാസും ഇങ്ങനെ ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് പല പല വണ്ടികൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ അതിന്റെ സജഷൻസ് തരും. അപ്പോൾ അതെല്ലാം വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അവസാനം വണ്ടി കിട്ടിയത്. എന്തായാലും വലിയ സന്തോഷമുണ്ട് നിയാസിന്. ഇനി ആ ഒരു ചടങ്ങിലേക്ക് കടക്കാം. നിങ്ങളത് വണ്ടി കൈമാറാം നിങ്ങൾക്ക്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ സകലതും നഷ്ടപ്പെട്ട ജീവിതങ്ങളെ തിരികെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിൽ ഒരുപാട് പേരുടെ കൈത്താങ് ആവശ്യമാണ്. അങ്ങനെയാണ് നിയാസിന് ആ മേഖലയിൽ വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പഴയ രീതിയിലുള്ള ജീപ്പ് വേണം എന്നുള്ള ആവശ്യം പറഞ്ഞത്. അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ഉറപ്പ് കൊടുത്തിരുന്നു. ആ ഉറപ്പ് ഇപ്പോൾ പാലിക്കുകയാണ്. തിരികെ ബാക്കി എല്ലാ നഷ്ടങ്ങളും മാറ്റിവെക്കുമ്പോഴും പണിയെടുത്ത് ജീവിക്കാൻ അതിന് ഒരു സഹായമാണ് ആവശ്യമെന്ന് പറഞ്ഞ നിയാസിന് ഇപ്പോൾ അത് കൈമാറിയിരിക്കുന്നു. സന്തോഷകരമായ ചടങ്ങാണ് നമ്മൾ തത്സമയം കാണുന്നത്. അങ്ങനെ ഇരുളടഞ്ഞിരുന്ന നിയാസിന്റെ മുഖത്തൊരു ചിരി മെല്ലെ വിടർന്നു. വളരെ സന്തോഷം. എന്താ എങ്ങനെ ഇപ്പൊ പറഞ്ഞിരിക്കുക എന്നത് എനിക്ക് അറിയുന്നില്ല, എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന്. അത്രയും വളരെ സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത്.
ഒരുപാട് സങ്കടത്തിലായിരുന്നു. അതെ അതെ തീർച്ചയായിട്ടും സംഘടന എന്ത് ചെയ്യാന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് ഇവര് സാറും അതുപോലെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നത്. ഇപ്പൊ 900 കണ്ടിയില് ഇനിയിപ്പം ഇതുമായിട്ട് നമ്മൾ പോകൂല. അതെ അതെ തീർച്ചയായും അവിടെ തന്നെ നീ തിരിച്ചു പോകണം എന്നാണ് ആഗ്രഹം. അത് എത്രയും പെട്ടെന്ന് തുറക്കുകയാണെങ്കിൽ അവിടെ തന്നെ തിരിച്ചു പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. പി ജി വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. കാരണം നിയാസ് അന്ന് പലപ്പോഴും പലരോടും ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഒരു വാഹനം എന്നുള്ളത്. കാരണം അവരുടെ ഉപജീവന മാർഗമാണ് ഈ 900 കണ്ടിലെ ഡ്രൈവർ ആയിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജീപ്പ് തന്നെയായിരുന്നു നിയാസിന് വേണ്ടത്. അത് ഏതായാലും യൂത്ത് കോൺഗ്രസ് സാധിച്ചു. അതേ കിരൺ, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി മരവിച്ച് നിന്നിടത്തുനിന്ന് നിയാസ് തന്റെ ജീവിതയാത്ര വീണ്ടും തുടങ്ങുകയാണ്. അങ്ങനെ വളയം പിടിച്ച് ജീവിതയാത്ര വീണ്ടും മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള വഴിയൊരുക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ യൂത്ത് കോൺഗ്രസും. നല്ല പ്രവൃത്തിക്ക് നമ്മൾ അഭിനന്ദനം അറിയിക്കുകയാണ്.